ശ്രോതാക്കൾക്ക് നമസ്കാരം. ഞാനിവിടെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച മഞ്ചേരി പട്ടണത്തിലെ വുഡ്ബൈൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് എം മുകുന്ദൻ പ്രകാശനം ചെയ്ത ഒരു ചെറുപ്പക്കാരിയുടെ പുസ്തകത്തെക്കുറിച്ചാണ്. പുസ്തകത്തിന്റെ പേര് ചിത്രജാലിക. എഴുത്തുകാരിയുടെ പേര് ആതിരാനന്ദൻ. ആതിരാനന്ദൻ മഞ്ചേരി NSS കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറാണ്. ഇത് അവരുടെ രണ്ടാമത്തെ നോവലാണ്. ഈ നോവൽ വളരെ വലിയൊരു സദസ്സിലാണ് പ്രകാശിപ്പിക്കപ്പെട്ടത് എന്നാണ് അതിൻ്റെ ആദ്യത്തെ പ്രാധാന്യം. പിന്നെ എം മുകുന്ദനെ പോലെ ഒരു വലിയ എഴുത്തുകാരൻ മാഹിയിൽ നിന്ന് വന്നാണ് അത് പ്രസിദ്ധീകരിക്കാൻ സന്നദ്ധനായത്. അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ആ കാര്യം ഏറ്റെടുത്തത് എന്നുള്ളതാണ്. പിന്നെ മഞ്ചേരി NSS കോളേജിൽ തന്നെ അധ്യാപകനായിരുന്ന മലയാളത്തിൻ്റെ ഏറ്റവും പ്രശസ്തനായ നിരൂപകരിൽ ഒരാളായ ഡോക്ടർ N രാജനാണ് പുസ്തകം പരിചയപ്പെടുത്തി സംസാരിച്ചത്. അപ്പോൾ ഈ പുസ്തകം ഇപ്പോൾ എൻ്റെ മുന്നിലുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മുടെ വായനക്കാർക്ക് ഒരു ചെറിയ അറിവ് നൽകുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. പ്രകാശന വേദിയിൽ വളരെയധികം ആഘോഷിക്കപ്പെട്ട, സ്തുതിക്കപ്പെട്ട, പ്രശംസിക്കപ്പെട്ട ഒരു രചനയാണിത്. എന്നാൽ പൊതുവെ അതൊരു പതിവാണെങ്കിലും ഒരു പതിവിനപ്പുറത്തേക്ക് അതിൽ കാര്യമുണ്ട്, ഗൗരവമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാനത് വായിക്കാൻ തീരുമാനിച്ചത്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയത് ഷാഹിന EK ആണ്. ഈ ചിത്രജാലിക എന്ന പുസ്തകത്തിന് പേരിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. പേരിനെ കുറിച്ച് പറയുന്നത് പ്രസാധകരാണോ, എഴുത്തുകാരിയാണോ, ഷാഹിനയാണോ എന്ന് തീർച്ചയില്ല. കാരണം അതിന് ചുവട്ടിൽ എഴുതിയിട്ടില്ല. ഇത് ചിത്രജാലിക എന്നാൽ ജീവനുള്ള ചിത്രം എന്നർത്ഥം. കിത്തേഗിയിലെ പ്രാചീനമായ സമ്പോധ വിഹാരങ്ങൾ വംശഹത്യകളിലും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ഉറഞ്ഞുകിടന്നൊരു നാടിനെ ഉദ്ധരിക്കാൻ യാനോ മതസ്ഥരായ ഒരു വിഭാഗമാണ് ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. 4 ഘട്ടങ്ങളിലായുള്ള വിദ്യാഭ്യാസ പദ്ധതിയിൽ ചിത്രജാലിക പഠിച്ചെടുക്കുന്നതോടെയാണ് ഒരു സമ്പോധന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുക. ഉദ്വേഗജനകമായ കഥാമുഹൂർത്തങ്ങളുമായി ചിത്രജാലികയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കിസലൈ, ഡോജെ, തോപ്പൻ, സമ്പോധൻ, പ്രതീക, മൻഹാസ, മോഹർ തുടങ്ങി നിരവധി കഥാപാത്രങ്ങളിലൂടെയാണ് നോവലിന്റെ സഞ്ചാരം. വൈവിധ്യമാർന്നൊരു ആഖ്യാനം. ഈ പുസ്തകം നമ്മുടെ മുമ്പിൽ മലർത്തിയിടുന്നത് നമുക്ക് തീരെ അപരിചിതമായ ഒരു കഥാപരിസരമാണ്. കഥ നടക്കുന്ന സ്ഥലം എല്ലാം വിചിത്രമാണ്. നമ്മുടെ നാട്ടിൻപുറത്തല്ല, അല്ലെങ്കിൽ വിദേശങ്ങളില്ല, എവിടെ വേണമെങ്കിൽ ആകാവുന്ന ചില സാങ്കല്പിക പ്രദേശങ്ങളിൽ. അതായത് നമ്മുടെ എഴുത്തിൻ്റെ ലോകത്ത് അങ്ങനെ പണ്ടും ഉണ്ടായിട്ടുണ്ട്. ഹാഡിയുടെ എഗ്ഡൻ ഹീത്ത് പോലെ, RK നാരായണന്റെ മാൽഗുഡി പോലെ, അല്ലെങ്കിൽ മാർക്കേസിന്റെ മെക്കോണ്ടെ പോലെയൊക്കെ ഓരോ എഴുത്തുകാരനും സ്വന്തം കണ്ടെത്തുന്ന ചില സ്ഥലങ്ങളുണ്ട് അവരുടെ കഥാപാത്രങ്ങൾക്ക്. പിന്നെ ഒരു പുതിയ തീമാണ് ഇതിൽ വിശദമാവുന്നത്. അത് പറഞ്ഞ പോലെ തന്നെ 4 ഘട്ടങ്ങളിലൂടെ ഒരു പുതിയ ബുദ്ധമതം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതം ജനതയ്ക്ക് മുമ്പിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആചാര്യന്മാരും ശിഷ്യന്മാരും ഒക്കെ ഉണ്ടാകുന്നത് പോലെ ഇവിടെ ഒരു പുതിയ ചിന്താ പദ്ധതിയാണ് കൊണ്ടുവരുന്നത്. അതിനെ നാടിനെ ഉദ്ധരിക്കാൻ യാനോ മതസ്ഥർ, യാനോ എന്ന ഒരു മതത്തിനെയാണ് ഇവിടെ കണ്ടെത്തുന്നത്. അങ്ങനെ ഒരു മതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് തൽക്കാലം ഉത്തരമില്ല. ഇത് എഴുത്തുകാരിയുടെ ചിന്തയിൽ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ അതിലത്തെ കഥാപാത്രങ്ങളുടെ പേരുകളെല്ലാം അങ്ങനെ തന്നെയാണ്. കിസലൈ, ഡോജെ, തോപ്പൻ, ഇത് നമുക്ക് ചൈനീസ് പേരുകളായോ ജാപ്പനീസ് പേരുകളായോ മംഗോളിയൻ പേരുകളായോ അതിൽ നിന്ന് വരുന്ന ഇന്ത്യൻ പേരുകളായോ ഒക്കെ കൽപ്പിക്കാം. കാരണം ഇതിൻ്റെ കഥയുടെ പശ്ചാത്തലവും പരിസരവും ഒക്കെ വളരെ വിചിത്രമാണ്. ഇതിലൂടെ എന്താണ് കഥാകാരി കാണിച്ചു തരുന്നത് എന്നുള്ളതിനെ കുറിച്ച് മുകുന്ദനും ഡോക്ടർ N രാജൻ മാസ്റ്ററും ഒക്കെ
അവിടെ വളരെ വിശദമായി സംസാരിച്ചു. ഈ മതസ്പർദ്ധ, സാമൂഹ്യ സ്പർദ്ധ, അതിൽ നിന്ന് ഉണ്ടാവുന്ന പല വഴിത്തിരിവുകൾ, അഭയാർത്ഥികളുടെ പ്രശ്നം, അധിനിവേശനങ്ങളുടെ പ്രശ്നം, അതൊക്കെ ഇതിലെ സൂചിതങ്ങളാണ്. പിന്നെ വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ഇതൊക്കെ ഒരു നാടിനെ ഞെരുക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അതിനെ രക്ഷിക്കുക. ഇപ്പോൾ ഓരോ മതവും ജീർണതയിലെത്തുമ്പോഴാണ് പുതിയൊരു മതം ഉണ്ടാവുന്നത് എന്ന് നമുക്കറിയാം. ബുദ്ധമതത്തിന്റെ ജീർണതയിൽ നിന്നാണ് ഹിന്ദുമതത്തിന്റെ ജീർണതയിൽ നിന്നാണ് ബുദ്ധമതം ഉണ്ടായത്. അതുപോലെ ക്രിസ്ത്യാനിറ്റിയിൽ കാത്തലിക്സിന്റെ പരാജയത്തിൽ നിന്നാണ് പ്രോട്ടസ്റ്റാന്റിസം ഉണ്ടായത്. ഒന്നിനെയും കുറ്റപ്പെടുത്തുകയല്ല. ഈ കാത്തലിക് മഹാസഭയിൽ പല പേപ്പൽ സർട്ടിഫിക്കറ്റ്, മറ്റേ പാപങ്ങൾ തീർക്കാൻ വേണ്ടി കാശ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു അത്രേ. അപ്പൊ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടാണ് പ്രോട്ടസ്റ്റന്റ്സ് ഉണ്ടായത്. അങ്ങനെ ഓരോ മതവിഭാഗങ്ങളിലും മതങ്ങളിലും പുതിയ വിഭാഗങ്ങൾ ഉണ്ടായതുപോലെ നമ്മുടെ സമൂഹം അധപ്പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവതാരങ്ങളെ പറ്റി പറയാറുണ്ടല്ലോ. ഹിന്ദുമതത്തിലാണെങ്കിൽ ഭഗവത്ഗീതയിലൊക്കെ അതിന് പാകത്തിൽ ധാരാളം വാക്യങ്ങളുണ്ട്. എവിടെയാണോ അധർമ്മം വരുന്നത് അവിടെ ഞാൻ ധർമ്മത്തിന് വീണ്ടെടുക്കാൻ വേണ്ടി അവതരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു പുതിയ മതം വരികയാണ്, ഒരു പുതിയ സ്ഥിതി. പക്ഷെ അതിനെ മനസ്സിലാക്കാൻ വളരെ പ്രയാസം. അതിൻ്റെ തത്വങ്ങള്, അതിന് കാര്യങ്ങള്, ആരാധനാ സമ്പ്രദായങ്ങള് എല്ലാം പുതിയതാണ്. ഇപ്പോൾ ഹിന്ദുമതത്തിൽ നിന്ന് ബുദ്ധമതം ഉണ്ടായപ്പോൾ എത്ര കാലമെടുത്തു അത് പ്രചരിക്കാൻ, അതിന് ശിഷ്യന്മാരുണ്ടാവാൻ, പിന്നെ വിഹാരങ്ങൾ ഉണ്ടാവാൻ, പിന്നെ അതെല്ലാം തച്ചുടച്ച് അതിനെ ഇവിടെ നിന്ന് ആട്ടിയോടിക്കാൻ, അത് പരിപൂർണമായിട്ട് ഇവിടെ നിന്ന് മാറ്റി നിർത്താനും സാധിച്ചു. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ്. ഏതായാലും ഇത് വായനക്കാർക്ക് മുൻപിലെ വളരെ വിചിത്രമായ ഒരു ലോകമാണ് തുറന്നിടുന്നത്. മീകൂപ്പെ എന്ന സ്ഥലത്താണ് ഇത് സംഭവിക്കുന്നത്. മീകൂപ്പെ അതൊരു സാങ്കല്പിക സ്ഥലമാണ്. അവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ഇതിന്റെ ഇതിവൃത്തം ഈ കുട്ടിയാണ്. കിസലൈ എന്ന കുട്ടിയിലൂടെ, ഡോജോയിലൂടെ, കിസലൈന്റെ അമ്മയിലൂടെ, സാംചു എന്ന അഭയാർത്ഥിയിലൂടെ അവിചാരിതമായ സംഘർഷങ്ങളുടെ കാലത്തിലേക്കും കഥയിലേക്കും ഇറങ്ങി പോകുന്നു. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഇത് പൊതുവെയുള്ളത്. ഇനി എൻ്റെ വായനയുടെ ചില സ്പർശമുദ്രകൾ കൂടെ ഞാൻ, സ്പർശമുദ്രയിൽ അതങ്ങനെ വന്നുപോയതാണ്, എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ്, എത്രയും ഗൗരവമുള്ള ഇത് എഴുതുന്നത് ഒരു 35 വയസ്സുള്ള ഒരു യുവതിയാണ്, ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ്. മലയാളത്തിലെ ഒരു പുതിയ ചിന്താ പദ്ധതിക്കും ആലോചനകൾക്കുമൊക്കെ വഴിയൊരുക്കുന്ന ഈ നോവലിന്റെ കർത്താവ് വളരെ പ്രായം കുറഞ്ഞ ഒരു നർത്തകിയും ചിത്രകാരിയുമായ ഒരു യുവതിയാണ് എന്നറിയുന്നത് ഈ പുസ്തകത്തെ മനസ്സിലാക്കാൻ കൂടുതൽ സഹായിക്കും. ഇപ്പോൾ പ്രകാശന വേദിയിൽ വലിയ എഴുത്തുകാരും ചിന്തകന്മാരും വളരെയേറെ പുകഴ്ത്തിയിട്ടുള്ള ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്തായിരിക്കുമെന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ വലിയ ജിജ്ഞാസ ഉണ്ടാവും. അങ്ങനെ ഞാൻ വീട്ടിലെത്തി വായിച്ച ഉടനെ അതിന്റെ തുടക്കത്തിലെ ചില പേജുകൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പൊ ഞാൻ അവിടെ നിന്ന് തുടങ്ങാം. എന്ന് പറഞ്ഞാൽ ഈ കൃതി വായിക്കുമ്പോൾ അതിന്റെ കാലഘട്ടം, സംഭവങ്ങള്, കഥാപാത്രങ്ങള് ഒക്കെ പ്രധാനമാണ്. അത് നിങ്ങൾ താല്പര്യമനുസരിച്ച് വായിക്കാം, മനസ്സിലാക്കാൻ ശ്രമിക്കാം. പക്ഷെ ഈ എഴുത്തുകാരിയുടെ രചനാ രീതി, അവരുപയോഗിക്കുന്ന വാക്കുകള്, സംജ്ഞകള്, ഇതൊക്കെ വളരെ പ്രാധാന്യം അറിയിക്കുന്നു, അവരുടെ ചിന്തകള്. അപ്പൊ ഞാൻ അതാണ് ആദ്യം ശ്രദ്ധിക്കാൻ പോയത്. എന്നെ ആദ്യം ഉണർത്തിയതും അതാണ്. ഇതിലെ രചനയിലെ എഴുത്തുകാരിക്ക് വീണ് കിട്ടിയ ചില മുഹൂർത്തങ്ങൾ വാക്കുകളിലെ വെളിച്ചമായിട്ട് പരക്കുന്നുണ്ട്. അതിന് ചില ഉദാഹരണങ്ങളിലൂടെ ഞാൻ തുടങ്ങി. തുടക്കത്തിൽ തന്നെ വെളുത്ത പ്രതലത്തിലെ ഒരു നീലപ്പൊട്ട്, ഒരു കവിതയിലെ ഒരു വരി പോലെ നമുക്ക് വീണ് കിട്ടുന്നതാണ്. ഈ പൊട്ടാണ് പിന്നെ വളർന്നു വലുതാവുന്നതും വിവിധ നിറങ്ങളിലൂടെ ഈ ഇതിന്റെ ആദ്യഭാഗങ്ങളിൽ പൂത്തുലയുന്നതും. ഒരു ചിത്രകാരി കൂടിയായ എഴുത്തുകാരി ഒരു ബ്രഷിന്റെ, അതായത് ഒരു ചിത്രരചനയിൽ ഒരു കുട്ടിയുടെ ചിത്രങ്ങളിലൂടെയാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് ബ്രഷിന്റെ നേർത്ത നാരുകൾക്കിടയിൽ നിന്ന് വേർപെട്ട ഇതളുകൾ എന്ന് പറയുന്നുണ്ട്. ആ കടലാസിൽ ആ പുഷ്പം വിരിയുന്നത് അല്ലെങ്കിൽ ആ ചിത്രം വരയ്ക്കുകയല്ല, ബ്രഷിന്റെ നാരുകളിൽ നിന്ന്
ഇതളുകളായിട്ട് വേർപെട്ട് അതിൽ പതിയുകയാണ്. നമുക്ക് ഇതിലൊരു പുതുമയുണ്ട്. പിന്നെ ഈ ഇതളുകളാണ് താമരയാവുന്നതും താമരക്കുളമാവുന്നതും അതിലൂടെ ഭൂമിയും ആകാശവും നമുക്ക് കണ്ടുകിട്ടുന്നതും. കാരണം താമര വിരിയുന്നത് ഭൂമിയിലെ ഒരു കുളത്തിലോ പൊയ്കയിലോ ആണെങ്കിലും അത് ആകാശത്തെ സൂര്യനെയും വെളിച്ചത്തെയും ഒക്കെയാണ് ആശ്രയിക്കുന്നത്, ബന്ധിപ്പിക്കുന്നത് എന്ന് നമുക്ക് പിറകെ മനസ്സിലാക്കാം. പിന്നെ ഈ കുട്ടിയും അമ്മയും അവിടുത്തെ പണിക്കാരിയും തമ്മിലുള്ള ചില സംസാര രീതികളാണ് ആദ്യം എന്നെ ആകർഷിച്ചത്. അമ്മയോട് പറഞ്ഞു ഒരു താമരക്കുളം ഉണ്ടാക്കി തരാൻ. അമ്മ വലുതാവണ്ടായിരുന്നു. അമ്മ വലുതായപ്പോ ഈ കുട്ടിയുടെ പ്രായത്തിനൊത്ത് കളിക്കുന്നില്ലല്ലോ. കുട്ടിയുടെ മനസ്സിൽ തോന്നണം അമ്മ വലുതാവണ്ടായിരുന്നു. നമ്മൾ വലുതാവുന്നവർ പറയും, ഓ ഈ കുട്ടി വലുതാവണ്ടായിരുന്നു, ഈ കുട്ടിയായിട്ട് തന്നെ മുട്ടുകുത്തി നടക്കട്ടെ എന്ന് നമുക്ക് തോന്നുന്നത് പോലെ കുട്ടി പറയുകയാണ്, ഓ എൻ്റെ അമ്മ വലുതായല്ലോ, വലുതാവേണ്ടായിരുന്നു എന്ന്. അങ്ങനെ കുട്ടിയുടെ ലോകം ഇത് നന്ദനാരുടെ ഉണ്ണിക്കുട്ടനിലേക്കും തെൽസുഗോ കുറോയാൻഗിയുടെ ടോട്ടോ ചാനിലേക്കും ഒക്കെ നമ്മളെ വഴി നടത്തും, പിറകോട്ട് നടത്താം. അത് സമാന ദൃശ്യങ്ങൾ അവിടെയൊക്കെ നമുക്ക് തെളിഞ്ഞു കാണും. ഇതില് തുടക്കത്തില് ഒരു ഇവരുടെ വീട്ടുകാരിയായിട്ട് ഈ കൊച്ചുകുട്ടിയുടെ അമ്മയുടെയൊക്കെ പണിക്കാരിയായിട്ട് ജോലിക്ക് ഒരു തമിഴ് സ്ത്രീയാണ് നിൽക്കുന്നത്. ആ തമിഴത്തിയെ ഇതിലേക്ക് കഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രംഗം അവരുടെ ഒരു സംഭാഷണത്തിന്റെ ശകലത്തിലൂടെയാണ്. വാടാത്ത മലരെ മുടങ്കാത്ത കനിയെ എന്ന പാട്ടുമായിട്ടാണ്, ഈ പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. വാതിലിനപ്പുറത്ത് ജനലിനപ്പുറത്തൂടെ അവൾ നടന്നു വരുമ്പോൾ വാടാത്ത മലരെ മുടങ്കാത്ത കനിയെ, അല്ലാതെ അവളെ ചിത്രീകരിക്കാനോ അവളുടെ മുഖമോ അവളുടെ മുടിയോ അതൊന്നുമല്ല പറയുന്നത്. അവളുടെ പാട്ടിലൂടെയാണ് ഈ കഥയിലേക്ക് അവൾ പ്രവേശിക്കുന്നത്. അതായത് നമ്മൾ ചെമ്മീനിലെ ആദ്യത്തെ ഡയലോഗ് ഓർക്കുക, എൻ്റെ അപ്പ വെള്ളമലയും വാങ്ങിക്കാനെ കൊണ്ട് പോണേ. അപ്പൊ ഈ ഒറ്റ വാക്യത്തിൽ നിന്നാണ് തകഴി, അത് കടലിന്റെ കഥയാണ്, ചെമ്മീന്റെ കഥയാണ്, മൂക്കുവന്മാരുടെ കഥയാണ്, അവരുടെ ഭാഷയാണ് ഇതിലൂടെ തെളിയുന്നതെന്നൊക്കെ നമുക്ക് ഒറ്റ വാക്യത്തിലൂടെ കിട്ടുന്നത് പോലെ. ഈ കഥാ ചർച്ചകളിലൊക്കെ പണ്ട് പറയാറുണ്ട്, ഞാൻ ആ കഥയുടെ പേര് മറന്നു, ഒരു വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ്റെ ദ സ്കൈ വാസ് ബ്ലൂ എന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് സെന്റൻസ്. ദി ഓപ്പൺ ബോട്ട് എന്നാണ് കഥയുടെ പേര്. അപ്പോൾ പല കഥകളിലും ആദ്യത്തെ വാചകം ആ കഥയിലേക്കും കഥാപാത്രത്തിലേക്കും കഥയുടെ പല ഭാഗങ്ങളിലേക്കും നീളുന്നതാണ് ആവണം എന്നൊരു വിചാരമുണ്ടായിരുന്നു. അത് പോകട്ടെ. അപ്പൊ ഇങ്ങനെ ഒരു പാട്ടിലൂടെ ഒരു തമിഴ് മെയ്ഡ് സെർവന്റിനെ പ്രവേശിപ്പിക്കാൻ ഇടയായത് അതൊരു വലിയ വിജയമാണ്, വളരെ ഹൃദ്യമായ ഒരു സന്ദർഭമാണ് എന്നാണ്. ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അടുത്ത കാലത്തൊന്നും. ചെമ്മീൻ സംഭാഷണങ്ങളിലൂടെ തുടങ്ങുന്ന പല കഥകളും പല നോവലുകളിലും ഉണ്ട്. ഇതല്ല, അത് ഇടയ്ക്ക് വെച്ച് വളരെ സൂക്ഷ്മമായിട്ട് അവളുടെ പാട്ടിലൂടെ അവളെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കുട്ടിക്കാലത്തെ കൊയ്ത്തിന് തയ്യാറായി നിൽക്കുന്ന പാടമല്ല, ചിത്രത്തിൽ നിറയെ ആനത്തൊട്ടാവാടിയും പുല്ലാനിയും കാടുമൂടിയ വയൽ. ഇത് ഇടയ്ക്ക് വരുന്ന ഒരു ഭാഗമാണ്. ഞാൻ അവരുടെ രചന, ചില വാക്യങ്ങളുടെ ഘടന ഒക്കെ നോക്കിയതാണ്. ഇതെല്ലാം ഓർമ്മയിലെ സ്വർണ്ണരേഖകളിൽ ഒളിമങ്ങാതെ കിടക്കുന്ന നാട്ടിൻപുറത്തിന്റെ നന്മകളാണ്. നമ്മളൊക്കെ മറന്നുപോയതാണ്. നമുക്ക് ഫ്ലാറ്റുകളിൽ ജീവിക്കുന്നവരാണ്. വഴി നടന്നു പോകുമ്പോൾ വരമ്പുകളെ കുറിച്ചോ ഞണ്ടുകളെ കുറിച്ചോ ഞാറുകളെ കുറിച്ചോ നമുക്കറിയില്ല ഇപ്പൊ. പിന്നെ കരയുമ്പോൾ വെള്ളം കൊണ്ടുവന്ന് തരാൻ നീ എവിടുന്നാ പഠിച്ചത്? ഈ കുട്ടി അമ്മയ്ക്ക് വെള്ളം കൊണ്ട് കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പൊ അമ്മ ചോദിക്കുകയാണ്, കരയുമ്പോൾ വെള്ളം കൊണ്ടുവന്ന് തരാൻ നീ എവിടുന്നാ പഠിച്ചത്? ഇതൊരു ബാലമനസ്സിന്റെ നിരീക്ഷണങ്ങളും ശീലങ്ങളും ആണ്. ഈ കുട്ടി ഇങ്ങനെയുള്ള ഒരു കുട്ടിയാണ് വളർന്നു വലുതാവുമ്പോൾ മറ്റെന്തോ ആയിത്തീരുന്നത് എന്ന് നമുക്ക് ഓർക്കണം. വേഴ്സ്വർത്തിന്റെ ഒരു വളരെ വിഖ്യാതമായ ഒരു പദ്യ ഭാഗമുണ്ടല്ലോ, ദ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ. അപ്പോൾ ഓരോ കുട്ടിയിൽ നിന്ന് നമുക്ക് അവൻ വളർന്നു വലുതാവുമ്പോൾ ആരാവും എന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ മനസ്സിലാവും. ഇങ്ങനെ പോകുമ്പോ പിന്നെ അമ്മയ്ക്ക് ജോലിക്ക് പോണ്ടി വരില്ലല്ലോ. കുതിരപ്പുറത്ത് പോകുന്ന രാജകുമാരി താൻ കോമാളിയെ പോലെ ചാടുന്നതും വീഴുന്നതും, ഇങ്ങനെയുള്ള ഈ കുട്ടിയുടെ മനസ്സിന്റെ ചില കളികള്, ചില തമാശകള്, ചില ഭാവനകളൊക്കെ വരുന്ന വാക്യങ്ങളാണ്. അതൊക്കെ ബാല്യ കൗതുകങ്ങളുടെ മഴവില്ലുകൾ ചാഞ്ചാടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഡോജെ സംസാരിക്കുമ്പോൾ ചുണ്ടനങ്ങാറില്ല. അതിലത്തെ ഒരു കഥാപാത്രമാണ് ഡോജെ. വളരെ കുറച്ചു മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പോൾ അവളെ കുറിച്ച് പറയുമ്പോൾ ഡോജെ സംസാരിക്കുമ്പോൾ ചുണ്ട് അനങ്ങാറില്ല, ആ മണി പക്ഷേ കിലുങ്ങിക്കൊണ്ടേയിരിക്കും.
നിശബ്ദതയുടെ മണിക്കിലുക്കം വരുന്ന സന്ദർഭമാണിത് പറയുന്നത്. അവളുടെ ശബ്ദത്തിന്റെ മാധുര്യം, കുളിർമ ശ്രോതാക്കളിൽ എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു. അവൾ സ്വതവേ സംസാരിക്കാറില്ല, നിശബ്ദതയാണ് അവളുടെ ഭാഷ. പക്ഷേ ഇടയ്ക്ക് സംസാരിച്ചാൽ അതൊരു മണിക്കിലുക്കമായിരിക്കും. അവർക്ക് താൻ ബ്രഷ് തൊടുന്നത് കണ്ടുകൂടാ. ഒരു തവണ അവരെ നോക്കി വരച്ചതിന് ശേഷം ആണത്. വളരെ സൂക്ഷ്മമായ ഒരു നിരീക്ഷണമാണിത് എന്ന് പറഞ്ഞ് ഈ കുട്ടി ഒരു ചിത്രകാരി ആയിട്ടുള്ള ഒരു കൊച്ചുകുട്ടിയാണ് കാണിക്കുന്നത്. അവള് വളരെ വികൃതമായ രീതിയിൽ വീട്ടിലെ പണിക്കാരിയെ വരച്ചു. ഇത് പണിക്കാരി കണ്ടപ്പോൾ അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അയ്യോ, ഞാൻ ഇത്രയും ഒരു ഭീകര രൂപിണിയാണോ, ഇത്രയും വൃത്തിഹീനയായ ഒരു രൂപത്തോടെയാണോ വരുന്നത് എന്ന്. കാരണം ഈ കുട്ടിക്ക് അറിയില്ല, അവന്റെ സ്വാഭാവികമായിട്ടുള്ള ഇന്നസെൻസ് ആണല്ലോ. കണ്ട മാതിരി അത് വരച്ചു. ആ വരയിലൂടെ അത് എന്ത് ധർമ്മമാണോ അനുഷ്ഠിക്കേണ്ടത് അനുഷ്ഠിച്ചു കഴിഞ്ഞു, അത് പൂർണ്ണമായി. പക്ഷെ അതിന്റെ ഫലം ഇങ്ങനെയായി. ആരെയാണോ വരച്ചത് അവരെക്കുറിച്ച് അത് മനസ്സിന് ബോധ്യപ്പെടുത്തുമ്പോൾ അത് സന്തോഷത്തെക്കാളേറെ, നമ്മളെല്ലാ ചിത്രങ്ങളും വളരെ സുന്ദരന്മാരും സുന്ദരികളെയാണ് വരയ്ക്കുക അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾ ഒരു താടകയെയോ ഒരു പൂതനയെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെ വരയ്ക്കുമ്പോൾ ഇതിന്റെ ആവശ്യമില്ല. അത് താടക കാണുമെന്നോ പൂതന കാണുമെന്നോ ഒരു രൂപത്തിലും അല്ല നമ്മൾ വരയ്ക്കുന്നത്. ഈ കുട്ടി അത് ഒട്ടും അറിഞ്ഞില്ല. മനസ്സിൽ അറിയാതെ കിടക്കുന്ന ചില ചിത്രരേഖകൾ വന്നു ഭവിക്കുന്നത് ഇങ്ങനെയാണ്, അതിന്റെ ഫലങ്ങൾ ഇങ്ങനെയാണ്. പക്ഷെ അതിന്റെ നിഷ്കളങ്കതയെ മാത്രം നമ്മൾ വായിച്ചാൽ മതി. ഈ കുട്ടി അതിലിങ്ങനെ വരയ്ക്കുമ്പോഴും എല്ലാം മനസ്സിൽ കുറിച്ചിടുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ വലുതാവുമ്പോൾ വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റിൽ എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിലെ തുടി വെള്ളം കോരാൻ ഉപയോഗിക്കുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് അറിയാത്തൊരു കാര്യമാണ്. ഈ കുട്ടി ആദ്യമായിട്ട് കാണുമ്പോൾ ഈ തുടിയും അതിൻ്റെ ശബ്ദവും അത് വലിക്കുന്ന അമ്മൂമ്മയുടെ സ്വഭാവവും മനസ്സിലുണ്ട്. അപ്പോൾ വലുതാവുമ്പോൾ കുട്ടിക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങേണ്ട ഒരു സൗകര്യം കിട്ടിയാൽ, കാശ് കൊടുത്താൽ അതിന് ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ആദ്യം ഈ തുടി ഉണ്ടായിരിക്കുമെന്ന് ഒരു കുഞ്ഞു മനസ്സിന്റെ ചിന്തയാണ് ഇവിടെ. അത് എഴുത്തിന്റെ കരുതല്, തുടങ്ങി വെച്ച ബാല്യത്തിന്റെ നിഷ്കളങ്കത തുടർന്നു വരുന്ന ഘട്ടങ്ങളിലും ചോർന്നു പോവാതെ കൊണ്ടുപോവുകയാണ് എഴുത്തുകാരി. അതായത് ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് മാറുന്നില്ല, അതിന്റെ തുടർച്ച. ഒരു ഘട്ടം വരുമ്പോൾ മാത്രമേ അതിന്റെ മുതിർച്ച അറിയുന്നുള്ളൂ. ഇതിലൊരു ഭാഗത്ത് മുറ്റമടിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. മുറ്റത്തു വരഞ്ഞിടുന്ന ചൂലിന്റെ അടയാളങ്ങൾ. ഇതുവരെ ആരും ഇത്രയും ഭംഗിയായിട്ട് ഹൃദ്യമായിട്ട് മുറ്റമടിക്കുന്നതിനെ കുറിച്ച് പറയും. കാരണം ചിത്രകാരി കൂടിയായിട്ടുള്ള, നർത്തകി കൂടിയായിട്ടുള്ള എഴുത്തുകാരിയാണ്. അപ്പൊ നമ്മൾ മുറ്റമടിക്കുന്നത് ഇങ്ങനെ നേരെയല്ലല്ലോ. ചിത്രം അടിക്കുന്നത് അവിടെ ചെറുതായിട്ടൊരു അർദ്ധവൃത്തം ചമച്ചുകൊണ്ടാണ്. അത് വരയുകയാണ്. അതിന്റെ അടയാളങ്ങൾ, മായാതെ കിടക്കുന്ന വരകള്, ചിത്രകാരിയെ പിന്തുടരുന്ന അടയാളങ്ങൾ കവിതയായി നൃത്തം ചെയ്യുകയാണ്. ഇതിൽ ഈ കുട്ടിയുടെ ഒരു പൂരത്തിന് പോകുമ്പോൾ ഉണ്ടായ അനുഭവം പറയുന്നുണ്ട്. ഒരു മിഠായി മാമൻ മിഠായിയിൽ നിറം ചേർക്കുന്നത് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ കൊണ്ടുപോവുകയാണ്. നമ്മുടെ ഇന്നത്തെ പൂരപ്പറമ്പല്ല, കുറച്ച് 10-15 വർഷം മുമ്പേ ഉള്ള പൂരപ്പറമ്പിലെ അവിടെ മിഠായി വിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ബലൂൺ, അങ്ങനെ പല കുട്ടികൾക്ക് താല്പര്യമുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കുമല്ലോ. അതിലേക്ക് ഒരു കുട്ടിയെ ആ മിഠായി മാമൻ എന്നുള്ള ആ വിളിയാണ്, ആ കഥാപാത്രത്തിനെ അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മിഠായിക്കാരൻ എന്നല്ല, മിഠായി വിൽപ്പനക്കാരൻ എന്നല്ല പറയുന്നത്, മിഠായി മാമൻ. മിഠായിൽ മായം ചേർക്കുക എന്നല്ല, മധുരം ചേർക്കുന്നത്. ഇതിനെങ്ങനെയാണ് ചുവപ്പാക്കുന്നത്, മഞ്ഞയാക്കുന്നത് എന്ന് കാണിച്ചു തരുന്നത്. അപ്പൊ അതൊക്കെ ഓർമ്മയിലെ പൂരപ്പറമ്പുകളിൽ നിന്ന് എഴുത്തുകാരിയെ പിന്തുടരുന്ന പഴയ മധുരമുള്ള ഓർമ്മകളാണ്. ആ സ്ഥലം, അത് നടക്കുന്നത് നാലുശ്ശേരിക്കാവാണ്. ഈ കഥയുടെ പിറകെ വരുന്ന ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളും ഉണ്ടാവുന്നുണ്ട് സാങ്കല്പികം. ഇവിടെ നാലുശ്ശേരി എന്നുള്ളത് നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള ബാലുശ്ശേരി പോലെയോ ഇടശ്ശേരി പോലെയോ ഒക്കെയുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ ആ ഭാഗത്തെ പറയാ കഥകളുടെ ഒരു കൂമ്പാരം കിസ്സയുടെ മനസ്സിലിരുന്ന് പെറ്റുപെരുകാൻ തുടങ്ങി. ഈ കുട്ടിയാണ് കിസ്സ. കുറെ കഥകൾ നമുക്ക് പറഞ്ഞു തന്നു. ഇനി പറയാൻ ബാക്കിയുള്ള കഥകളുടെ കൂമ്പാരാണ് ആ കുഞ്ഞു മനസ്സിൽ പെറ്റുവളരുന്നത്. അപ്പോൾ കേട്ട പാട്ട് നമുക്ക് മധുരമാണ്, എന്നാൽ കേൾക്കാത്ത പാട്ട് കൂടുതൽ മധുരമാണ് എന്ന് പറയുന്നത് പോലെ ഈ കുട്ടിയുടെ ഇനി പറയാനുള്ള കഥകൾ നമുക്ക് കാത്തിരിക്കാമെന്ന്. അപ്പോൾ ഞാനിതിൻ്റെ ആദ്യ ഭാഗം മാത്രമേ പറയുന്നുള്ളൂ.
ഈ കുട്ടികളെക്കുറിച്ച് എഴുതുമ്പോൾ കുട്ടിയാവുക, കുട്ടിയുടെ മനസ്സ് ദത്തെടുക്കുക, പിന്നെ എഴുതുന്നതെല്ലാം കുട്ടിത്തം പുരണ്ട വാക്കുകളായി തീരുക. ഇതൊരു ധന്യതയാണ്. ചിന്തയിലും ഭാവനയിലും കുട്ടിയുടെ കളിതമാശകൾ, നിഷ്കളങ്കത മുറ്റുന്ന ചെയ്തികൾ, ഇതെല്ലാം വളരെ സഫലമായി പ്രതിഫലിക്കുന്ന തുടക്കത്തിലെ ഈ 3 അധ്യായങ്ങൾ തന്നെ ഒരു എഴുത്തുകാരിയുടെ ഭാവി നിർണയിക്കുന്നുണ്ട്. രചനയിലെ ഈ സൂക്ഷ്മത, വാക്കുകൾ കണ്ടെത്തുന്നതിന്റെ ഈ കൃത്യത, കാലഘട്ടത്തിനും കഥാപാത്രത്തിനും അനുയോജ്യമായ ലളിതമായ എന്നാൽ വ്യക്തമായ വിവരണങ്ങൾ എല്ലാം നന്നായിരിക്കുന്നു. എന്നെ വളരെയേറെ ആകർഷിച്ചു. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചു വായിക്കാൻ ഇത് എനിക്കൊരു പ്രേരണയായി. പിറകെ വായിച്ച് എന്നെ തടഞ്ഞു നിർത്തുന്ന, പിറകെ കൂടുന്ന സന്ദർഭങ്ങൾ ധാരാളമുണ്ട്. അത് ഇനി വായനക്കാർക്ക് ബാക്കി കണ്ടെത്താൻ വിടുകയാണ്. കാരണം ഒരു പുസ്തകം മുഴുവൻ വായിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ പറഞ്ഞാൽ പിന്നെ വായനക്കാരന് ഒന്നും സ്വന്തമായി നേടാനുണ്ടാവില്ല. അങ്ങനെ ഒരു അവസ്ഥ വരരുത്. ഞാൻ ഇതിന്റെ പടിവാതിലാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഗേറ്റ് വേ ആണ് കാണിക്കുന്നത്. ഒരു പടിവാതിൽ കണ്ടാൽ അറിയാം തറവാടിന്റെ ഐശ്വര്യം, അല്ലെങ്കിൽ ഞാനൊരു ഗോപുരമാണ് കാണിച്ചു തരുന്നത്. ഗോപുരം കണ്ടാൽ അറിയാം ക്ഷേത്രത്തിന്റെ മഹത്വം. അങ്ങനെ പ്രിയപ്പെട്ട എഴുത്തുകാർ ബാക്കിയുള്ള നിമിഷങ്ങളിലേക്ക് പടിവാലിൽ കടന്ന് തറവാട്ടിലേക്ക് കയറാൻ, അല്ലെങ്കിൽ ഗോപുരം കടന്ന് ക്ഷേത്രത്തിലേക്ക് കയറാൻ തയ്യാറാവുക. ഒരു പുതിയ പരിസരത്തിലാണ് നമ്മൾ എത്തുന്നത് എന്ന് വളരെ വൈകാതെ മനസ്സിലാകും. ഈ വിചിത്രമായ ലോകത്തിലേക്ക് ഉള്ള വാതിൽ തുറന്നു വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ പുസ്തകത്തിലേക്ക് ക്ഷണിക്കുന്നു. ആതിരയുടെ ചിത്രജാലിക എന്ന രണ്ടാമത്തെ നോവലിനെ കുറിച്ചാണല്ലോ നമ്മൾ ഇതുവരെ സംസാരിച്ചത്. അതിനെക്കുറിച്ച് ആലോചിച്ചതും പറഞ്ഞതുമെല്ലാം നേർരേഖയിലായിരുന്നോ വക്രരേഖയിലായിരുന്നോ എന്നുള്ളത് എൻ്റെ സംശയം മാത്രം. ഏതായാലും വായിച്ചു കഴിഞ്ഞ ശേഷം എഴുത്തുകാരിയുമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ചില പാകപ്പിഴകുകൾ സംഭവിച്ചു എന്ന് മനസ്സിലായി. ഇപ്പോൾ ചിത്രം ഏകദേശം പൂർണ്ണമാവുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇനി ഇതിൻ്റെ കഥയെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ പറയട്ടെ. ഈ പുസ്തകം പ്രകാശിപ്പിച്ച എം മുകുന്ദനും അതിനെപ്പറ്റി സംസാരിച്ച ഡോക്ടർ എൻ രാജനും ഈ കാര്യങ്ങളൊക്കെ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയമായി. കാരണം മുകുന്ദൻ ഇതിലെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, ഇല്ലാത്തതൊന്നുമില്ല എന്ന് ആവർത്തിച്ചിട്ട് അധിനിവേശമുണ്ട്, അടിമത്തമുണ്ട്, അഭയാർത്ഥി പ്രവാഹമുണ്ട്, അങ്ങനെ എവിടെയും എത്താത്ത കുറെ കാര്യങ്ങൾ അവ്യക്തമായിട്ട് പറഞ്ഞ് നിർത്തുകയാണ് ഉണ്ടായത്. എന്നാൽ മാസ്റ്റർ രാജമാഷ് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്സുമായിട്ടാണ് ഇതിനെ സമീപിച്ചിട്ടുണ്ടാവുക. അപ്പോൾ കമ്മ്യൂണിസത്തിന്റെ രസതന്ത്രത്തിൽ ഇതിനെ ഒരു ചരിത്രപരമായ ഘടനയായിട്ട് ആണ് കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഭാഷയുടെ മിടുക്കിൽ മാഷും കുറെ കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ എനിക്ക് മുകുന്ദൻ സംസാരിച്ചതിൽ നിന്നോ മാഷ് സംസാരിച്ചതിൽ നിന്നോ കഥയെക്കുറിച്ചോ കഥയുടെ ഗുണങ്ങളെക്കുറിച്ചോ ഒന്നും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായില്ല. അതുകൊണ്ട് എഴുത്തുകാരിയുമായി നേരിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് അതിനെപ്പറ്റി ഇതിൽ കഥയുണ്ട്, കഥയിൽ ഉൾക്കഥകളുണ്ട്, ഉപകഥകളുണ്ട് എന്നൊക്കെ അവർ വാദിച്ചു. അത് മഹാഭാരതവും അങ്ങനെയാണ്. അതിൽ കഥയുണ്ട്, കഥയ്ക്കുള്ളിൽ കഥയുണ്ട്, അതിനുള്ളിൽ ഉപകഥയും ആവശ്യമായ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എന്തെല്ലാം പറഞ്ഞിട്ട് അവസാനം വ്യാസം പറയുന്നത് ഞാൻ വ്യക്തമാക്കിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നൊരു കുംഭസാരത്തോടെയാണ് അദ്ദേഹം എല്ലാം മഹാഭാരതവും അവസാനിപ്പിക്കുന്നത്. വാൽമീകിയുടെ കാര്യത്തിൽ അവസാനം എങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് അതിനെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും അറിയില്ല. പക്ഷെ വ്യാസൻ എല്ലാം അവസാനം വായനക്കാർക്ക് വിട്ടുകൊടുക്കുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിനെപ്പറ്റി ഞാൻ ആലോചിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ട് കുപ്പായം തുന്നുന്ന തുന്നൽക്കാരുണ്ടല്ലോ. നേരാവണ്ണം പോലെ സാധാരണക്കാർക്ക് വേണ്ടി ഒരു കുപ്പായം തുന്നുന്ന ഒരാളുണ്ട്. കാലം പുരോഗമിച്ചപ്പോൾ കുപ്പായത്തിന്റെ ആകൃതിയും പ്രകൃതിയും ഒക്കെ മാറി. കുപ്പായം മാത്രമല്ല, ബ്ലൗസിന്റെയും എല്ലാ വസ്ത്രധാരണങ്ങളും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുള്ള എല്ലാ വസ്ത്രങ്ങളുടെയും രീതികൾ മാറി വന്നിട്ടുണ്ട്. ചിലത് കഷ്ണങ്ങൾ ചേർത്ത് തയ്ക്കാൻ തുടങ്ങി. ശീലകൾ ചേർത്ത് കുപ്പായം തുന്നുന്നവരുണ്ട്, ശീലകൾക്കുള്ളിൽ ഓട്ടകൾ തുളച്ചു തുന്നുന്നവരുണ്ട്, ഉണ്ടാക്കിയതിനു ശേഷം ഓട്ടകൾ ഉണ്ടാക്കുന്നവരുണ്ട്, ഇല്ലേ? ശരീരത്തിന്റെ നിറം പുറത്തേക്ക് വ്യക്തമാകുന്ന വിധത്തിൽ അത് തയ്ക്കുന്നവരുണ്ട്. അങ്ങനെ തുന്നലിൽ എന്തൊക്കെ മായാജാലങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമോ അതെല്ലാം പരീക്ഷിക്കുന്നവരുണ്ട്.
പക്ഷെ ഒരു പരീക്ഷണവും പുതിയൊരു മാതൃക സൃഷ്ടിക്കുകയല്ലാതെ പഴയ മാതൃകയുടെ വ്യക്തത, സൂക്ഷ്മത, കൃത്യത ഒന്നും അവകാശപ്പെടുന്നില്ല, അവകാശപ്പെടാൻ കഴിയുകയുമില്ല. അതുപോലെ നോവൽ എഴുത്തിലും കഥയെഴുത്തിലുമൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ വരുന്നുണ്ട്. ഇത് വായനക്കാരന് ഒരു ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ആവരുത് എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പക്ഷേ അതല്ല എഴുത്തുകാരി ഉദ്ദേശിക്കുന്ന. വായനക്കാരനും എഴുത്തുകാരിയുടെ അല്ലെങ്കിൽ എഴുത്തുകാരന്റെ നിലയിലേക്ക് വളരണം. എവിടേക്ക് വെച്ച് ഏതൊക്കെ സന്ദർഭങ്ങൾ കൂട്ടിച്ചേർക്കണം, ഏതൊക്കെ കഥാപാത്രങ്ങളെ എങ്ങനെയൊക്കെ കൊണ്ടുപോകണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുറേ അക്ഷരങ്ങൾ ചിതറിയിട്ടിട്ട് അല്ലെങ്കിൽ കുറേ അക്കങ്ങൾ ചിതറിയിട്ടിട്ട് അതിനെ ക്രമപ്പെടുത്തുക എന്നുള്ളത് വായനക്കാരന്റെ ജോലിയാവട്ടെ. വായനക്കാരൻ ഉദാസീനനായിട്ട് വായിച്ച് അവസാനിച്ച് പുസ്തകം മടക്കി വെക്കുകയല്ല വേണ്ടത്. അത് അതിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്താൻ ഒരു ശ്രമം നടത്തണം. അങ്ങനെ വരുമ്പോൾ ആണ് ഇനി ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ കഥയുടെ ഒരു സമ്പ്രദായം മൊത്തം ഇങ്ങനെ ചുരുക്കി പറയാം. മീക്കൂപ്പയിൽ താമസിക്കുന്ന ഒരു 8 വയസ്സുകാരൻ കിസലൈ ചിത്രരചനയിൽ തൽപരനായിരുന്ന കുട്ടിയാണ്. അവൻ സ്കൂളിന് പുറത്ത് അവന്റെ കറക്കത്തിനിടയിൽ വരയ്ക്കാനുള്ള ഒരു കാഴ്ച അവൻ കണ്ടുവയ്ക്കുകയാണ്. വീട്ടിലെത്തിയാ വരയ്ക്കേണ്ടത് ഇന്നതാണ്. അതെന്താണ്? പൊക്കമുള്ള ദിക്കിൽ ഒരു ഗോപുരവും അതിൽ നിന്ന് താഴെ ഒഴുകുന്ന വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ആൺകുട്ടിയും. ഡോജെ എന്നാണ് അവന്റെ പേര്. അവൻ ദൂരെ ഒരു നാട്ടിൽ നിന്നാണ് വന്നതെന്നും അരുണോ പറഞ്ഞ കിസ്സ മനസ്സിലാക്കുന്നു. അരുണോ വേറൊരു കുട്ടിയുടെ പേരാണ്. അവൻ പറഞ്ഞറിഞ്ഞാണ് കിസ്സ മനസ്സിലാക്കുന്നത്. നാടും വീടും സ്കൂളും ചിത്രരചനയും ഡോജയുമായി കിസ്സയുടെ ദിവസങ്ങൾ കടന്നുപോകുന്നു. കിസ്സയുടെ അമ്മ CKA എന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് കണ്ടുമുട്ടിയ സംചു എന്ന കിത്തേഗിയിൽ നിന്നുള്ള അഭയാർത്ഥി തന്റെ അനിയൻ ഡോജോയെ നഷ്ടപ്പെട്ടതായും അവൻ മീക്കൂപ്പയിൽ ഉണ്ടെന്ന് അറിഞ്ഞതായും പറഞ്ഞുകൊണ്ട് ശ്യാമയ്ക്ക് കത്തയക്കുന്നു. ഡോജയുടെ ആഖ്യാനത്തിലൂടെ അവരുടെ നാടും ജീവിതവും കിത്തേഗിയിലെ ആഭ്യന്തര സംഘർഷങ്ങളും വിവരിക്കപ്പെടുന്നു. സംബോധ വിഹാരങ്ങളുടെ സ്ഥാപന ചരിത്രവും അതിനു കാലക്രമേണ വന്ന മാറ്റങ്ങളും മൻഹാസ എന്ന വിഹാര നടത്തിപ്പുകാരന്റെ ആഖ്യാനത്തിലൂടെയും ഉർവി സംബോധൻ എഴുതിവെച്ച പുസ്തകത്തിലൂടെയും വ്യക്തമാകുന്നു. ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മറ്റതൊക്കെ കുട്ടികളാണ്, കുട്ടികളുടെ വരയാണ്, കുട്ടികളുടെ ചിന്തയാണ്, അതിലേക്ക് കയറി വരുന്ന പല കാര്യങ്ങളുമാണ്. എന്നാൽ അതിൻ്റെ മിത്ത്, അതിൻ്റെ ഇതിവൃത്തം ഇവിടെയാണ്, ഇങ്ങനെയാണ് കാണുന്നത്. ഏത്? ഡോജയുടെ ആഖ്യാനം. അവരുടെ നാടും ജീവിതവും കിത്തേഗി എന്ന ഒരു സാങ്കല്പിക സ്ഥലം, ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവിടെ, അത് വിവരിക്കപ്പെടുന്നുണ്ട്. സംബോധ വിഹാരങ്ങൾ, ഇതിൽ ബുദ്ധവിഹാരങ്ങളെ പോലെ സംബോധ വിഹാരങ്ങൾ ഉണ്ട്. അതിൻ്റെ സ്ഥാപന ചരിത്രവും, എല്ലാറ്റിനും ഒരു സ്ഥാപന ചരിത്രം ഉണ്ടാവും. ഹിന്ദുമതത്തിന് അതില്ലെങ്കിലും ബുദ്ധമതത്തിനുണ്ട്, ജൈനമതത്തിനുണ്ട്, ക്രിസ്ത്യാനിറ്റിക്കുണ്ട്. എല്ലാ മതത്തിനും ഒരു സ്ഥാപന ചരിത്രമുണ്ട്. ഇത് അങ്ങനെ ഒരു പുതിയ ചരിത്രം ഉണ്ടാക്കിയെടുക്കുന്ന കഥയാണ്. അതിന് ആ ചരിത്രവും അതിന് കാലക്രമേണ വന്ന മാറ്റങ്ങളും മൻഹാസ എന്ന വിഹാര നടത്തിപ്പുകാരൻ്റെ, ഈ വിഹാരം നടത്തിക്കുന്ന ഇതിൻ്റെ കെയർടേക്കറാണ് മൻഹാസ. മൻഹാസ എന്ന കഥാപാത്രത്തിലൂടെയാണ്, അയാളുടെ ആഖ്യാനത്തിലൂടെയാണ് ഉർവി സംബോധൻ, അതൊരു മറ്റൊരു കഥാപാത്രമാണ്. ഉർവി സംബോധൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിദ്യാർത്ഥി, ശിഷ്യയാണ്, എഴുതി വെച്ച പുസ്തകത്തിലൂടെയും വ്യക്തമാകുന്നു. നമുക്ക് ഈ രാമായണവും മഹാഭാരതവും കിട്ടിയത് ഒരു വ്യക്തി എഴുതി വെച്ചതല്ല. അത് എത്രയോ പേരുടെ കൈകളിലൂടെ മാറി മാറി എഴുതപ്പെട്ടിട്ടാണ് ഇന്നത്തെ രൂപത്തിലെത്തിയത്. ആദ്യം ഇത് വളരെ ചെറിയൊരു സംഭവമായിരുന്നു. പിന്നെ ഓരോ ശിഷ്യന്റെയും ശിഷ്യയുടെയും കൂട്ടിച്ചേർക്കലുകൾ അതിലുണ്ട്. അത് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. ഉർവി സംബോധൻ എഴുതി വെച്ച പുസ്തകത്തിലൂടെയും അത് വ്യക്തമാവുന്നു. ചിത്രജാലിക എന്ന നിർദോഷമായ സംബോധ വിദ്യ, അതൊരു വിദ്യയാണ്. ചിത്രങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുക, അല്ലെങ്കിൽ ചിത്രങ്ങളിലൂടെ സംസാരിക്കുന്ന കഥാപാത്രങ്ങൾ ആലേഖനം ചെയ്യപ്പെടുക, ഇതാണ് അതിൻ്റെ ഒരു വിദ്യ. ഈ സംബോധ വിദ്യ ദുരുപയോഗം ചെയ്യുന്നതിനായി കൗറെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഗെയിമിംഗ് കമ്പനി, അതാണ് ഇതിൽ രണ്ടാമത്തേതിലെ എന്താ പറയുക, വില്ലനസ് ക്യാരക്ടേഴ്സ് ഉള്ളത്. അങ്ങനെ ഒരു കമ്പനി ഉണ്ട് അവിടെ. ഇതിൻ്റെ ദുരുപയോഗം ചെയ്തിട്ട് ഇതിന് മറ്റു കാര്യങ്ങൾ, ദുഷ്കർമ്മങ്ങൾക്ക് ഉപയുക്തമാക്കുന്ന ഒരു കാര്യമാണ്. ആ ഗെയിമിംഗ് കമ്പനി
സമ്പോധ വിഹാരവുമായി കരാറുണ്ടാക്കി വിപണിയിൽ കളിപ്പാട്ടങ്ങളുടെയും ഗെയിമുകളുടെയും കച്ചവടം നടത്തുന്നു. നമ്മുടെ ഇലക്ട്രോണിക് മാധ്യമങ്ങളെ പോലെ ഡിജിറ്റൽ കളികളെ പോലെ ഇതില് ഒരു കമ്പനി ഇവരുണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങളുണ്ടല്ലോ, അത് ഞങ്ങൾ വാങ്ങിക്കോളാം, നിങ്ങളുടെ ചിത്രം ഞങ്ങൾ വാങ്ങിക്കോളാം, ഞങ്ങൾ വിൽപ്പന നടത്തിക്കോളാം എന്നൊരു കരാറുണ്ടാക്കുകയാണ്. ഇത് ഒരു പുതിയ മതം ഉണ്ടാവുമ്പോൾ അതിന്റെ പ്രചാരത്തിന് വേണ്ടി എവിടെയും സംഭവിക്കാവുന്ന കാര്യങ്ങളാണല്ലോ. അതിന്റെ ഇരകളാക്കപ്പെടുന്നവരാണ് ഡോജയും പ്രതീകയും താരവും മറ്റും 3 കുട്ടികൾ. കഥയിൽ പല ഭാഗത്തായിട്ട് വരുന്ന കുട്ടികളുടെ പേരുകളെല്ലാം വളരെ അപരിചിതമായിട്ടാണ്. ഡോജെ, പ്രതീക, താരോ. കിത്തേഗിയോട് ചേർന്ന് കിടക്കുന്ന, കിത്തേഗി സ്ഥലമാണ്, കിത്തേഗിയോട് ചേർന്ന് കിടക്കുന്ന മൈഥുനോവിൽ നിന്ന് താരോ അപ്രത്യക്ഷയാവുന്നതോടെ അവളുടെ തുണയായ നിലോമ അവളെ തേടി കിത്തേഗിയിലെത്തുന്നു. നിലോമയും പ്രതീകയുടെ അച്ഛൻ തൊന്മി സംബോധനും ചേർന്ന് വിഹാരത്തിലെ മറ്റൊരു ജീവനക്കാരന്റെ സഹായത്തോടെ ഡോജയുടെയും പ്രതീകയുടെയും ചിത്രജാലികകൾ മീക്കൂപ്പയിലെത്തിക്കുന്നു. ചിത്രജാലിക പറഞ്ഞ ഇവർ വരഞ്ഞിട്ടുള്ള വിഹാരത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് ഈ ചിത്രരചന. കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, മെഴുകുതിരികൾ, ചന്ദനത്തിരികൾ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് കൃത്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിനിടയിൽ ഈ ചിത്രജാലികൾ എടുത്ത് മീക്കൂപ്പയിൽ എത്തിക്കുന്നു. ഡോജയുടെ ശരീരം തൊന്മിയുടെ കൈവശം എത്തിയിരുന്നു. അതും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ബുദ്ധന്റെ ഒരു നഖം അല്ലെങ്കിൽ ഒരു വിരൽ ഉള്ള വ്യവഹാരങ്ങളുണ്ട്. അതുമാതിരി മുഹമ്മദ് നബിയുടെ ഒരു മുടിയിഴ ഉള്ള ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ഒരു മതസ്ഥാപകന്റെ അല്ലെങ്കിൽ അവരെ ഏറ്റവും പൂജിക്കുന്ന ഒരാളുടെ, അവരുടെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ഒരു ഗുരുവിന്റെ ഒരു ശരീരഭാഗം സൂക്ഷിക്കുന്ന പല മതസ്ഥാപനങ്ങളും ഇന്നുണ്ട്. അതിനൊക്കെ ഒരു പാരലായിട്ടുള്ള ഒരു സംഭവമായിരിക്കാം ഇത്. പ്രതീകയുടെയും താരോവിന്റെയും ശരീരങ്ങൾ വിഹാരത്തിൽ നിന്ന് എടുക്കാനായി തൊന്മിയും നിലോമായും പോകുമ്പോൾ കഥയുടെ ഒരു ഘട്ടം അവസാനിക്കുന്നു. ഇത് മതത്തിൽ മാത്രമല്ല, നമ്മുടെ ചരിത്രത്തിലും കാണാം. ഓരോ നായകന്മാരെ മറ്റൊരു നായകൻ കീഴടക്കുമ്പോൾ ആദ്യത്തെ ആളുടെ പ്രതിമകൾ തകർക്കുന്നു, അത് വീണ്ടെടുക്കുന്നു. അങ്ങനെ കാലം മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇതിനെയെല്ലാം ഉദാഹരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രതിനിധാനം ചെയ്യുന്ന രീതിയിൽ ആണ് ഈ കഥ വികസിക്കുന്നത്. ഇങ്ങനെ അത് വീണ്ടെടുക്കുന്നതോടെ തൊന്മിയോ നീലോമായും പോകുമ്പോൾ കഥയുടെ ഒരു ഘട്ടം അവസാനിക്കുന്നു. അടുത്ത ഘട്ടത്തിൽ കിസ്സയുടെയും ഡോജയുടെയും താരോവിന്റെയും എല്ലാം കഥകൾ ഗെയിമിംഗ് കമ്പനിയുടെ കച്ചവട തന്ത്രത്തിന്റെ ഭാഗമായി ഉണ്ടായവയാണെന്ന് ഡോക്ടർ മാതൃകാമുത്തു സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഇതിലെ ഒരു റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ഡോക്ടർ മാതൃകാമുത്തു. അദ്ദേഹം സ്ഥാപിക്കുന്നത് ഇതെല്ലാം ഉണ്ടാക്കപ്പെട്ടതാണ്, ഇതൊന്നും നിലനിന്നതല്ല, കെട്ടുകഥകളാണ്, ഇത് കച്ചവട തന്ത്രത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് എന്നൊക്കെ. അതും ഇന്നത്തെ ഈ വ്യവസായ വിപ്ലവത്തിന് ശേഷം അല്ലെങ്കിൽ സമീപകാലത്തെ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് എന്തൊക്കെ പരസ്യ കമ്പനികളുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന സംഭവങ്ങളായിരിക്കാം. ആ സമയത്ത് മാതൃകയുടെ പ്രഭാഷണത്തിന് വന്ന സംചുവിന്റെ അതേ വിവരണം കൊടുത്തിരിക്കുന്നു. ഒരു പെൺകുട്ടി മാതൃകയുടെ കൈവശം 2 എഴുത്തുകൾ കൊടുക്കുകയും അവയിലൂടെ മാതൃക കഥയ്ക്ക് 2 തരം അവസാനങ്ങൾ സങ്കല്പിക്കുകയും ചെയ്യുന്നു. ഇത് കഥാകൃത്ത് അവസാനിപ്പിക്കുകയല്ല, ഇതിൽ നിന്ന് എന്താണ് അവസാനം എത്തിച്ചേരുന്നത് എന്ന് 2 കത്തുകളിലൂടെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, തമിഴ്നാട്ടിൽ പണ്ട് MGR മരിക്കുന്ന ഒരു സിനിമ എടുത്തു. അപ്പോ MGRന്റെ ഫാൻസ്, ആസ്വാദകർക്ക് അത് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അതുകൊണ്ട് അദ്ദേഹത്തിന് മരിച്ചാൽ ഞങ്ങൾ തിയേറ്ററിന് തീയിടുമെന്ന് വരെ എത്തി. അപ്പോൾ സംവിധായകനും പ്രൊഡ്യൂസറും ചേർന്ന് ആ സിനിമ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിച്ചു. അത് അദ്ദേഹത്തിന്റെ വിജയം ആഘോഷിക്കുന്ന രീതിയിൽ ആ കഥ മുന്നോട്ട് കൊണ്ടുപോയി. അതുപോലെ ഇത് 2 വിധത്തിൽ വായിക്കാവുന്ന കഥകളുണ്ട്. ഇപ്പോഴും രാമായണത്തിന് 2 എത്രയോ സ്ഥലങ്ങളിലുള്ള വായനകളുണ്ട്. രാവണനെ ധർമ്മത്തിന്റെ നായകനായിട്ടും വാഴ്ത്തുന്ന ധാരാളം കൃതികൾ ഇവിടെ ഇന്ത്യയിലുണ്ട്, വേർഷൻസ്. എന്നാൽ രാവണനെ നായകനായിട്ടും രാവണന്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്നതുമായിട്ട് ഒരുപാട് രാമായണങ്ങൾ വേറെയുണ്ട്. ഇതൊന്നുമല്ലാതെ സീതയെ സ്തുതിക്കുന്നതും വേറെയുണ്ട്. ഇനി ഇതിലെ വാനരന്മാരെ മാത്രം എടുത്തിട്ട്
അവരുടെ പ്രയത്ന ഫലമാണ് എല്ലാം സംഭവിക്കുന്നത് എന്ന് കാണിക്കുന്ന വേറൊരു രാമായണവുമുണ്ട്. അപ്പോൾ ഒരു കൃതിക്ക് എത്ര രൂപാന്തരങ്ങൾ സംഭവിക്കാമെന്ന് നമുക്കറിയാം. അതുപോലെ ഇത് ഞാൻ ഇന്ന രീതിയിലാണെന്ന് പറഞ്ഞ ഒരു വര വരച്ച് അവസാനിപ്പിക്കുന്നില്ല. ആ വരയ്ക്ക് അത് ഇതിലെയും പോവാം അതിലെയും പോവാം. ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറഞ്ഞതുമാതിരി ഈ കഥ ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ അത് ഇവിടെ എത്താം, ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ മറ്റൊരിടത്ത് എത്താം എന്ന് സൂചിപ്പിക്കുന്ന, കഥയെ അവസാനിപ്പിക്കുന്ന രണ്ട് കത്തുകളാണ് ഇതിലത്തെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ. അങ്ങനെ വായന വീണ്ടും അവ്യക്തതയിലേക്ക് നീളുന്ന ഒന്നാണ് എന്ന് മിക്ക വായനക്കാർക്കും തോന്നിയേക്കാവുന്ന ഒരു കഥയാണിത്. ഇത് കഥയ്ക്കുള്ളിൽ കഥയും നേർരേഖയില്ലാത്ത ആഖ്യാനവും ആണ്. ഇത് ഒരു തുറന്നിട്ട അവസാനമാണ്. ഇതിന്റെ അവസാനം എങ്ങനെ വേണമെങ്കിൽ ആവാം. അത് എഴുത്തുകാരിയല്ല നിശ്ചയിക്കേണ്ടത്. വായനക്കാര് അവരുടെ യുക്തി അനുസരിച്ച് ഈ കഥയ്ക്ക് ഇങ്ങനെ ഒരു അവസാനമാണ് നല്ലത് എന്ന് കരുതാം. ആത്യന്തികമായിട്ട് എഴുത്തുകാരൻ ഒന്നും പറയുന്നില്ല എന്ന് പറയുന്ന മാതിരി ശ്രീകൃഷ്ണൻ ഗീതയിൽ അർജുനനോട് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇനി നിനക്ക് ഇഷ്ടമുള്ള മാതിരി നീ തീരുമാനങ്ങൾ എടുക്കാം എന്ന് പറയുന്ന മാതിരി ഞാനൊന്നും നിർബന്ധിക്കുന്നില്ല. ഇങ്ങനെ ഇതാണ് ഒരു വശം, ഇതാണ് മറ്റൊരു വശം. ഒരു ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നീ നിന്റേതായ മാർഗം സ്വീകരിക്കുക. അതൊരു വലിയ സ്വാതന്ത്ര്യമാണ്. വായനക്കാരന് തുറന്നു കിട്ടുന്ന വലിയൊരു സ്വാതന്ത്ര്യമാണ്. എഴുത്തുകാരന്റെ ഒരു മഹാവിശാലതയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആലോചനകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നുകൂടി വായനക്കാർ മനസ്സിലാക്കണം. ഇനി നമുക്ക് ഈ പുസ്തകത്തിലേക്ക് പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. എഴുത്തുകാരിക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഇങ്ങനെ വായനക്കാരനെ കുറച്ചൊക്കെ വിഷമിപ്പിക്കുന്ന രീതിയിലാണെങ്കിലും ഒരു പുതിയ മാധ്യമത്തിൽ ഒരു പുതിയ രീതിയിൽ കഥയെ പറയുകയും പറയാതെ പറയുകയും ചെയ്യുന്ന ഈ കാഴ്ചപ്പാടിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.